So what's gone is gone. Now we both. So hello guys, welcome back to my channel. ഇന്ന് നമ്മൾ കളിക്കാനുള്ള മൈൻക്രാഫ്റ്റ് ആണ്. എപ്പിസോഡ് 2 സീസൺ 1. ഓക്കെ, അപ്പോൾ നമുക്ക് ആ മലേൻ്റെ മുകളിൽ വീട് വെക്കാമെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. അല്ലെങ്കിൽ കേവ് സീരീസ് ആക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ എനിക്ക് അങ്ങനെയൊന്നും വെക്കുന്ന ഇഷ്ടമല്ല ഗൈസ്. അതിനുകൊണ്ട് നമുക്ക് ആ റിവറിൻ്റെ അടുത്തട്ടം കൊണ്ടുപോയി വെക്കാം, അല്ലെങ്കിൽ ഇവിടെ വെക്കാം. കാരണം എനിക്ക് പ്ലെയിൻ ഏരിയയിൽ വീട് വെക്കുന്നതാണ് ഇഷ്ടം. നമുക്ക് നോക്കാം. ഇപ്പൊ ചാവടേ ഇങ്ങനെ വീണ് എന്താലേ. അപ്പൊ നമുക്കിത് നീന്തി കിടന്നിട്ട് ഞാൻ കാണിച്ചൊരു ഐഡിയ ഞാൻ പറയുന്നതാണ്. ആ സമയം കൊണ്ട് നിങ്ങൾ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, ഞാൻ അത് ചെയ്തേക്കും. അപ്പൊ നമുക്ക് നാലാമത്തെ അഡ്വൈസ്മെന്റ് കിട്ടിയിട്ടുണ്ട്. കേക്ക് അത് റെസിപ്പി അല്ലേ, അത് അഡ്വാൻസ്മെന്റ് ഇല്ല. അപ്പൊ അഡ്വാൻസ്മെന്റ് ആണ് എനിക്ക് കിട്ടുന്നത്. ഞാൻ എങ്ങനെ കുഴിച്ച് കാണിച്ചു തരാം എത്രയാണ് വേണ്ടതെന്ന്. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടിന്റെ പേര് കമന്റ് ചെയ്യട്ടാ. ഓക്കെ, കമന്റ് കമന്റ് കമന്റ്. എനിക്ക് ഇഷ്ടമുള്ള പാട്ട് ഇപ്പൊ പുതിയൊരു പാട്ട് ഇറങ്ങിയിരിക്കുക. ആ പാട്ടാണ്, അതിന്റെ പേരെന്തോ വായിക്കാൻ കിട്ടില്ല. ഗട്ട് ചിയാങ്കെ ജൊങ്കെ അങ്ങനെ എന്തൊരു പേര്. അത് ഇപ്പൊ ഇറങ്ങിയതാണോന്നൊന്നും അറിയില്ല. ആ പാട്ടാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇത്രയാണ് വേണ്ടത്, അവിടെ മുതൽ ഇവിടം വരെ. ഓക്കെ, അപ്പൊ നമുക്കിത് മൊത്തം വെട്ടിയെടുക്കണം. ആ സമയം കൊണ്ട് നിങ്ങൾ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബും മറക്കണ്ട. ഓക്കെ, ഞാൻ നിങ്ങൾ മറക്കൂലെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അങ്ങനെ ഇത് വെട്ടി തീർക്കണം. നിങ്ങൾ കുറച്ചു നേരം ബോറടിച്ചിരിക്കും, ഇത് വെട്ടി തീരുന്നവരെയും കാത്തിക്കട്ടാ. എന്താലേ ഭയങ്കര പണിയാണ് ഗൈസ്, നിങ്ങൾ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല. എനിക്ക് ജലദോഷം പിടിച്ചിട്ട് വയ്യ. ജലദോഷം എന്തെന്നാണ് അതിന് പറയാ, നിങ്ങളെ നാട്ടിൽ എന്താ അതിന് പറയാന്ന് പറഞ്ഞു. ഓക്കെ, ഇതെന്താണിത്? ആ പൊട്ടി. വാവ്, സെറ്റ്. അങ്ങനെ നമ്മളെ ഷവല് പൊട്ടിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് ഇവിടെ തന്നെ വീടാക്കാം. അവിടത്തേക്ക് പോവാൻ ഇനി ഷവൽ ഉണ്ടാക്കാൻ മടിയാണ് ഗൈസ്. മാത്രല്ല നമുക്കിപ്പോ ഒരു സ്റ്റാക്ക് അല്ല 2 സ്റ്റാക്ക് ഉണ്ട് ഗൈസ്. ഡേർട്ട് 2 സ്റ്റാക്ക് ഡേർട്ട് ഉണ്ട് നമ്മളെ കയ്യിലിപ്പോ. 7 എണ്ണവും. പിന്നെന്താ, അപ്പൊ പ്രശ്നമൊന്നുമില്ല. ഇത് നമുക്ക് അടച്ചിടാം, അല്ലെങ്കിൽ എല്ലാരും വിചാരിക്കും അല്ല അത് അടച്ചിക്കേണ്ട ആരും വിചാരിക്കില്ലല്ലോ ഇവിടെ ഞാൻ ഉണ്ടായിരുന്നു ഇങ്ങനെ തുറന്നീനും. അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടപ്പെടാണ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് മറക്കണ്ട ഗൈസ്. എന്താ ഗൈസ്, ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ഒക്കെ ഒന്ന് ചെയ്തൂടെ. അപ്പോ എന്റെ വീഡിയോസ് ലോങ് അല്ലാന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ഇതൊന്ന് അടച്ചിട്ട് വേഗം വീട് വെക്കാൻ നോക്കാം. അടയടാ വേഗം. നമ്മളിപ്പോ 13x13 ആട്ടോ എടുത്തെന്ന് തോന്നുന്നു. മൊത്തം നമ്മൾ അടച്ചിട്ടുണ്ട്. ഓക്കെ, ഇതൊന്ന് വെട്ടി കളയാം. നമുക്ക് ഇവിടെ ഒന്ന് നേരെയാക്കി വെക്കാം. ഓക്കെ, നമ്മള് ചെറിയ വീടാണ് ഉദ്ദേശിക്കുന്നത്. 2 നിലയുള്ള വീട് ഉണ്ടാക്കാം. അതാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്ക് അത്ര വലിയ വീടൊന്നും വേണ്ട. 2 നിലയുള്ള വീട്, താഴെ എന്താ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ഇടാൻ ചെസ്റ്റോളും പിന്നെ ഇതും, മുകളിലും ബെഡ്റൂം. അത്രേ ഞാൻ വിചാരിക്കുന്നുള്ളൂ. അല്ലാണ്ട് അതിന് മാത്രമേ അത്രേ എനിക്ക് ചെയ്യാൻ പറ്റും. അല്ലാണ്ട് അതിന് മാത്രമൊന്നും അറിയില്ല എനിക്ക് മൈൻക്രാഫ്റ്റ് കളിക്കാൻ. അപ്പൊ നമുക്ക് 8 ബ്ലോക്ക് മുകളിലേക്ക് പോകണം. 8 ബ്ലോക്ക് മുകളിലേക്ക് പോകണം. ചത്ത്. പിന്നെ ഞാൻ ഇപ്പോഴും പറയാണ്, നിങ്ങൾക്ക് എൻ്റെ കൂടെ മൈൻക്രാഫ്റ്റ് കളിക്കാം, എന്നെ DM ചെയ്യുക. ഓക്കെ, അപ്പൊ നിങ്ങള് വീട് വെക്കുന്ന കണ്ടിട്ട് വരി.
ഗൈസ് ഞാൻ വീട് വെച്ച് ഞാനൊന്ന് ഉറങ്ങിപ്പോയി ഗെയിമില്. അപ്പോൾ എന്താ ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ വീഡിയോ റെക്കോർഡ് പോസായി പോയിട്ടു. ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിച്ചു. ഞാൻ വീട് ഹൗസ് ടൂർ ഒന്ന് കാണിച്ചു തരാം. വീടിൻ്റെ പുറം ഭാഗം ഉണ്ട്, അകംഭാഗമല്ല, പുറം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മളെ അൺനോൺസ് ഹോം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. വീഡിയോ അല്ല, വീട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ. പിന്നെ ഞാൻ ക്യാമ്പ് ഫയർ ഉണ്ടാക്കി, ചില്ല് ഉണ്ടാക്കി. ക്യാമ്പ് ഫയറിന് ഞാൻ കോളൊക്കെ പോയി വെട്ടിയെടുത്ത് ക്യാമ്പ് ഫയർ ഉണ്ടാക്കി. കുറച്ച് ഇവിടെ നിന്നാണ് ഞാൻ സാൻഡ് എടുത്തത്, അതാണ് ഇപ്പം കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ വേറെന്താ, അങ്ങനെ ഞാൻ വീട് ഉണ്ടാക്കി. ഞാൻ റെക്കോർഡിങ്ങിലാണ് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ ഉണ്ടായിരുന്നത്. അപ്പം പിന്നെ ഞാൻ മറന്നുപോയി റെക്കോർഡ് ചെയ്യാൻ. വീടുണ്ടാക്കി കിടന്നൊക്കെ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടെന്ന് വിചാരിച്ച് വെറുതെ പറഞ്ഞ് സംസാരിക്കുന്നുണ്ടേനും, ഒരാവശ്യമില്ലാണ്ട് സംസാരിക്കുന്നതിനും. അയ്യോ ക്രീപ്പർ ഇപ്പം ചാവും ഞാൻ. ഓ ക്രീപ്പർ, ഓനോ ഓനോ ഗൈസ്, ക്രീപ്പർ ഒന്ന് എൻ്റെ പുറകെ വന്നിട്ട് ഇവിടെ നിന്നാട്ടം പൊട്ടടാ. വീട് ഇത്ര കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാണെന്നറിയോ. നമ്മളെന്തായാലും ആ വീട് അത്ര പോരാ, അതിനോണ്ട് അടുത്ത എപ്പിസോഡിൽ എന്തായാലും വീട് നല്ലതാക്കും. ഉറപ്പായിട്ടും വൃത്തി വീടായിരിക്കും. നോക്കിക്കോ, കുറച്ചുകൂടി സ്ലാബൊക്കെ വെച്ച് സെറ്റ് ആക്കാം നമുക്ക്. ഇപ്പൊ ഈ വീടിനെ കാണാൻ മറ്റേ സ്റ്റീവിനെ പോലെ ഉണ്ട് ബാക്കിൽ നിന്ന് കാണുമ്പോൾ. നോക്കിയാ ആ രണ്ട് കണ്ണും ഒരു വായും അല്ലേ തോന്നുന്നുണ്ട്. അപ്പൊ നമുക്ക് എല്ലാ സ്റ്റീവിനെ പോലെ അല്ല ഗൈസ്, മറ്റേ പുഴുവിനെ പോലെ ഉണ്ട്. നമുക്ക് അതിനെ ക്രീപ്പറിനെ ഒന്ന് കൊല്ലാം, അതൊക്കെ നമുക്ക് റെഡിയാക്കാം. ഓക്കെ, അപ്പൊ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് മറക്കണ്ട. ഓക്കെ, അപ്പൊ ആ ക്രീപ്പർ അങ്ങനെ പൊട്ടിയിട്ടുണ്ട്. ഓഹ്, എത്ര നേരമായെന്നറിയോ കാത്തിക്കുന്ന ആ പൊട്ടായി. അത് പൊട്ടിയിട്ടുണ്ട്, അവിടെ പോയി പൊട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതാണ് വീട്. ഇവിടെ ചെസ്റ്റുകളുണ്ട്, സാധനങ്ങളൊക്കെ വെക്കാൻ ഞാൻ പറഞ്ഞ പോലെ. പിന്നെ ക്രാഫ്റ്റിംഗ് ടേബിൾ അതാ, ഫർണസ് അതാ. അത് നമുക്ക് ആദ്യം കുറച്ച് വീറ്റ് എടുത്തിട്ട് ബ്രെഡ് ഉണ്ടാക്കി വെക്കാം. ഫുഡ് ആവുമല്ലോ. ഫുഡ് ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ 2 ടാസ്ക്കാണ്. ഒരു ടാസ്ക് വീട് വെക്കുക, ഫുഡ് കളക്ട് ചെയ്യുക. 2 ടാസ്ക് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടാസ്ക് ചെയ്ത് അതിനുകൊണ്ട് നിങ്ങളെ എല്ലാവരെയും കൺഫ്യൂസ് ചെയ്യാൻ, ഇവിടെ വരെ വീഡിയോ കാണാത്തവരെ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടി താഴെ കമൻറ്റിൽ പോയിട്ട് ഇങ്ങനെ ഇട്. എന്തെന്നറിയോ, ടാസ്ക് കംപ്ലീറ്റഡ് ടണണണ എന്ന് ഇട്ടാൽ മതി. ടണടണന്നൊക്കെ നിങ്ങൾ ഇതിലിട്ടാൽ മതി. മറ്റേ സാധനത്തിൽ പറയല്ലോ, കമൻറ്റിൽ ടൈപ്പ് ചെയ്തിട്ടാൽ മതി ടണൈൻ. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ വിചാരിക്കും എന്തുവാടെ ടണടണൈൻ എന്ത്, അങ്ങനെ വിചാരിക്കണം. അപ്പം നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്കെല്ലാം ഓർഗനൈസ്ഡ് ആയി വെക്കാം. എനിക്ക് ഓർഗനൈസ്ഡ് ആയി വെക്കുന്നതാണ് ഇഷ്ടം. OCD ഉണ്ട്, OCD. ഓക്കെ, അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് മറക്കണ്ട. ഓക്കെ, അങ്ങനെ നമ്മൾ എല്ലാം റെഡി ആക്കിയിട്ടുണ്ട്, എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം ഒരു ഷവലും കൂടി ഉണ്ടാക്കിയിട്ട് ബാക്കി എടുത്ത് വെക്കാം. ഇതെന്തിനാ കയ്യിലെടുത്തിട്ട് വീണ്ടും വെക്കുന്നതെന്ന് പറഞ്ഞുതരാം. അത് ഓർഗനൈസ്ഡ് ആയി നിൽക്കും. വെറുതെ ഞാനിങ്ങനെ ഓരോന്ന് മാറ്റി കളിക്കണ്ട. ഓക്കെ, അപ്പോൾ നമുക്ക് ഷവൽ ഉണ്ടാക്കാൻ വേണ്ടി ഒരു സ്റ്റോൺ കറക്റ്റ് ഉണ്ടായിരുന്നു. ഷവൽ ഉണ്ടാക്കിയിട്ടുണ്ട്, ബാക്കി സ്റ്റിക്ക് എടുത്ത് വെക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഷവലും ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മളെ കയ്യിൽ കത്തി എടുത്ത് വെച്ചിട്ട് അല്ലെങ്കിൽ ഷവൽ വെച്ചിട്ട് തന്നെ നമുക്ക് വീഡിയോ എൻഡ് ചെയ്യാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് മറക്കണ്ട. ഇത്രയുള്ള വീഡിയോ. ബൈ. എടാ ഇറങ്ങി പോടേ.